തുടങ്ങാമോ? ആർപ്പോ അക്ഷരമേ, നിന്നെ എന്നെ കിക്ഷ പിടിച്ചു. കുട്ടികളുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മലയാളം പള്ളിക്കൂടത്തിലും കുട്ടികളുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ ഒരു അപ്പൂപ്പൻ മാഷുണ്ട്. വട്ടപ്പറമ്പിൽ പീതാംബരൻ എന്ന കുട്ടികളുടെ സ്വന്തം അപ്പൂപ്പൻ മാഷ്. ശരിക്കും പറഞ്ഞാൽ വട്ടപ്പറമ്പിൽ സാറ് മലയാളം പള്ളിക്കൂടത്തിൻ്റെ ജീവനാണ്, ചൈതന്യമാണ്, ഐശ്വര്യമാണ്. കുഞ്ഞുങ്ങളെ അദ്ദേഹം എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവോ അതേമാതിരി തന്നെ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹത്തെയും ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന രീതിയും ഭാവവും എല്ലാം ചേർന്ന രീതിയിൽ കുട്ടികളുമായിട്ട് സംവദിക്കുവാൻ കഴിയുന്ന ആളുകൾ ഏതാണ്ട് ഇല്ലെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ചില ക്ലാസ്സുകളിലിരിക്കുമ്പോൾ നമ്മളും കുട്ടികളായി പോയി എന്ന് തോന്നും. അദ്ദേഹത്തോടൊപ്പം ആർത്ത് വിളിക്കാനും കുഞ്ഞുങ്ങളത് വലിയ സന്തോഷമാണ്. കുഞ്ഞുങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ലാതെ ഒരു തടസ്സമില്ലാതെ അദ്ദേഹത്തിനോടൊപ്പം ആർത്ത് വിളിക്കാനായിട്ട് അത് നല്ലൊരു കാര്യമായി, നല്ലൊരു ഉത്സാഹത്തിൻ്റെ പ്രകടനമായിട്ട് തന്നെ അവരത് കാണുക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനവും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ കിട്ടുന്നു. ആ കുട്ടികളുടെ മാനസിക വികസനത്തിനും അവരുടെ ഉല്ലാസത്തിനും അറിവുകളുടെ സമ്പാദനത്തിനുമൊക്കെ ഈ തരത്തിലുള്ള പഠന രീതി അങ്ങേയറ്റം സാർത്ഥകമാണ്, അങ്ങേയറ്റം ഫലപ്രദമാണ്. 87-ാം വയസ്സിലും അക്ഷരപ്പാട്ടുകളും തപ്പാണിപ്പാട്ടുകളും കുട്ടിത്താളവും പൊട്ടിച്ചിരിയുമൊക്കെയായി ഈ അപ്പൂപ്പൻ എല്ലാ ഞായറാഴ്ചയും പള്ളിക്കൂടത്തിലുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഈ പതിവ് തെറ്റിക്കാത്ത അപ്പൂപ്പൻ മാഷിനിത് ജീവിതത്തിലെ 2ാം ബാല്യം. അച്ഛൻ കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ടരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു. അച്ഛൻ ചിത്തിര ജോലി അച്ഛൻ കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ടരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു. അമ്മ 2 വാക്ക് പത്തൊമ്പതാമത്തെ വയസ്സിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പീതാംബരൻ മാഷ് കഴിഞ്ഞ 68 വർഷമായി കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നു. 1938-ൽ വട്ടപ്പറമ്പിൽ വി രാഘവൻ പിള്ളയുടെയും പി അമ്മുക്കുട്ടി അമ്മയുടെയും 12 മക്കളിൽ 2ാമത്തെ പുത്രനായി തിരുവനന്തപുരം താലൂക്കിലുള്ള പന്തലക്കോട്ട് ജനനം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ 42ാം ഐതിഹ്യമായി ചേർത്തിരിക്കുന്ന വട്ടപ്പറമ്പിൽ വല്യമ്മയുടേതുൾപ്പെടെ കേരളത്തിലെ പല ജില്ലകളിലായി 9 വട്ടപ്പറമ്പിൽ കുടുംബങ്ങൾ ഉള്ളതായാണ് അറിവ്. കർഷകനും സ്ഥലകാര്യ പ്രസക്തനും സാമൂഹ്യപ്രവർത്തകനുമായ രാഘവൻ പിള്ള നല്ലൊരു കലാസ്വാദകനും വായനക്കാരനും കൂടിയായിരുന്നു. കൃഷിഭൂമി പണയപ്പെടുത്തിയും കഠിനാധ്വാനം ചെയ്തും 12 മക്കളെയും പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ ആ പിതാവ് അഹോരാത്രം പരിശ്രമിച്ചു. മലയാള സാഹിത്യത്തിലും വ്യാകരണ ശാഖയിലും കനപ്പെട്ട സംഭാവന നൽകിയ ഗോപിനാഥ പിള്ളസാറിന്റെ ശിക്ഷണത്തിലാണ് അനുജൻ പീതാംബരന്റെ ഭാഷാസാഹിത്യ സപര്യകൾക്ക് അടിത്തറപ്പാകുന്നത്. സ്കൂൾ പഠനകാലത്ത് തന്നെ വടിവുള്ള കൈപ്പടയിലൂടെയും ചിത്രരചനയിലൂടെയും പീതാംബരൻ മാഷ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ ശ്രദ്ധേയനായി. മണ്ണിൽ പിറന്നു മണ്ണിൽ വളർന്നു മണ്ണായിത്തീരുന്നു മർത്യൻ,
മണ്ണിതിൽ പൊന്നു വിളയിക്കും മാനവൻ മണ്ണിൻ മണമറിയുന്നോൻ മണ്ണിൻ മനമറിയുന്നോൻ മണ്ണിതിൽ പൊന്നു വിളയിക്കും മാനവൻ മണ്ണിൻ മനമറിയുന്നോൻ മണ്ണിൻ മണമറിയുന്നോൻ. വട്ടപ്പറമ്പിൽ സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് ഉച്ചാരണ ശുദ്ധിയെക്കുറിച്ചാണ്. ഞങ്ങളടക്കമുള്ള അധ്യാപകർ പോലും ശരിയായ ഉച്ചാരണം മനസ്സിലാക്കുന്നത് ഈ മലയാളം പള്ളിക്കൂടത്തിലെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വട്ടപ്പറമ്പിൽ സാറിൻ്റെ ഉച്ചാരണം കേട്ട് പഠിച്ചിട്ടാണ്. കാരണം നമ്മുടെ പള്ളിക്കൂടങ്ങളിലൊന്നും ഇപ്പോൾ ഉച്ചാരണത്തിന് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇതിൻ്റെ വിപത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഡിഗ്രി ലെവലിലുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. ഓരോ ഉച്ചാരണത്തിനും അനുസരിച്ച് നമ്മുടെ ഭാഷയുടെ അല്ലെങ്കിൽ വാക്കിൻ്റെ അർത്ഥം മാറുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭാഷാ പഠനത്തിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യമാണ് ഉച്ചാരണം എന്നത്. അത് നല്ല വ്യക്തമായും ശുദ്ധമായും മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് വട്ടപ്പറമ്പിൽ സാറിൻ്റെ ഉച്ചാരണ ശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത്. അണ്ണാറക്കണ്ണ വന്നാട്ടെ മണ്ണപ്പൻ ചുട്ടുകളിച്ചിടാം കണ്ണഞ്ചിരട്ടയിൽ മണ്ണപ്പൻ ചുട്ട് ഉണ്ണികൾക്കൊക്കെ വിളമ്പിടാം അണ്ണാറക്കണ്ണ വന്നാട്ടെ മണ്ണപ്പൻ ചുട്ടുകളിച്ചിടാം. പതിനാലാം വയസ്സു മുതൽ അഭിനയരംഗത്തേക്ക് കടന്ന അദ്ദേഹം 4000-ൽ പരം വേദികളിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. 1953-ൽ തിക്കുറിശി രചിച്ച ജീവിതയാത്രയാണ് ആദ്യമായി അഭിനയിച്ച നാടകം. അധ്യാപന ജീവിതത്തോടൊപ്പം കലയെ മുറുകിപ്പിടിച്ച പീതാംബരൻ മാഷ് നാടക സംവിധായകനായും പ്രവർത്തിച്ചു. ഒട്ടേറെ നാടകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. 19ാമത്തെ വയസ്സിൽ പീതാംബരൻ മാഷിന് അധ്യാപക നിയമനം കിട്ടിയത് തിരുവനന്തപുരത്തെ സെന്റ് ജോസഫ്സ് സ്കൂളിലാണ്. സിനിമാ നടൻ സത്യൻ പഠിപ്പിച്ച ക്ലാസും അദ്ദേഹം ഇരുന്ന കസേരയുമായിരുന്നു മാഷിനെ കാത്തിരുന്നത്. വട്ടപ്പറമ്പിൽ സാറിൻ്റെ കഴിവുകളെ അതായത് അദ്ദേഹത്തിൻ്റെ ഉച്ചാരണശുദ്ധിയെ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ, അദ്ദേഹത്തിൻ്റെ നാട്യാഭിനയത്തെ, അദ്ദേഹം നാടകാചാര്യൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമഗ്ര തലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മലയാളം പള്ളിക്കൂടം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചോർത്തിയെടുത്തു, എല്ലാ അർത്ഥത്തിലും മുഴുവനായി ചോർത്തിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. വിവിധ സ്കൂളുകളിലായി 31 വർഷം പ്രൈമറി സ്കൂൾ അധ്യാപകനായും 5 വർഷം പ്രധാന അധ്യാപകനായും പ്രവർത്തിച്ച പീതാംബരൻ മാഷ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരവും നേടി. ദീർഘകാലം ആകാശവാണിയിൽ പ്രഭാഷണങ്ങളും റേഡിയോ നാടകങ്ങളും നല്ല മലയാളം, മൊഴിയഴക് എന്നീ ഭാഷാവിജ്ഞാന പരിപാടികളും അവതരിപ്പിച്ചു. നാടകം, നാടകവിജ്ഞാനം, നാട്ടറിവ്, ഭാഷാശാസ്ത്രം, വ്യാകരണം, ബാലകവിതകൾ, നാടോടി സാഹിത്യം, ബാലസാഹിത്യം എന്നീ ശാഖകളിലായി 25 കൃതികൾ രചിച്ച പീതാംബരൻ മാഷിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രചനകളാണ് മലയാള നാടക വിജ്ഞാനകോശവും നാട്ടുമൊഴി ചന്തവും. ഗ്രന്ഥകാരന്റെ കൈപ്പടയിൽ തന്നെ പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ് നാട്ടുമൊഴി ചന്തം. മലയാള നാടക വിജ്ഞാന രംഗത്തിന് കൈവന്ന വിലപ്പെട്ട സംഭാവനയാണ് 400-ൽ പരം പേജുകളുള്ള മലയാള നാടക വിജ്ഞാനകോശം. ആനുകാലികങ്ങളിലും ശ്രദ്ധേയമായ രചനകൾ അദ്ദേഹം നിർവഹിച്ചു. മലയാള നാടക വിജ്ഞാനകോശത്തിന് 2005-ലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 2006-ൽ നാടകാഭിനയത്തിനുള്ള യവനിക അവാർഡ്, 2016-ൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ്,
2023 KPSC ലളിത സ്മാരക അവാർഡ്, ജി ശങ്കരപ്പിള്ള സ്മാരക അവാർഡ് എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. പരേതയായ ലളിതകുമാരിയാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. മതേതര കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം തന്റെ 4 മക്കൾക്കും പേരിട്ടത്. ഗീത, സോഫിയ, നദീറ എന്നീ 3 പെൺമക്കളും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ ഉദ്യോഗസ്ഥനായ ഡൈസ്നോൺ ഏകമകനും. നെടുമങ്ങാട് വേങ്കവിളയിലെ വട്ടപ്പറമ്പിൽ വീട് ഇന്നൊരു പാട്ടിന്റെ വീടാണ്. മരുമകൾ രാജിയും പേരക്കുട്ടികളായ നീരജയും നിരഞ്ജനും ഈ വീടിനെ സദാ സംഗീതസാന്ദ്രമാക്കുന്നു. അച്ഛന് ഓരോ വിഷയത്തെക്കുറിച്ചും ഓരോ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അത് വായിക്കുന്ന പത്രങ്ങളായിരുന്നാലും പുസ്തകങ്ങളായിരുന്നാലും അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഓരോ ഡയറികളിലും ചെറിയ ചെറിയ ബുക്കുകളിലും ഒക്കെ എഴുതി സൂക്ഷിക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു. അത് നല്ല വയ്യക്ഷരത്തിൽ ഒരുപാട് അത്തരം ഡയറികളും പുസ്തകങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛൻ നാടൻ പാട്ടൊക്കെ നല്ല മനോഹരമായി പാടും, വളരെ നല്ല രീതിയിൽ പാടും. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ വൈഫ് ഭാര്യ ഗാനഭൂഷണം പഠിച്ചതാണ്. അവൾ മ്യൂസിക് ടീച്ചറായിരുന്നു, അവൾ പാടും. എൻ്റെ മക്കൾ 2 പേരും ഒരു 15 വർഷത്തോളം മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ പണ്ട് ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലെല്ലാം അച്ഛനായിരുന്നു പ്രധാനമായിട്ടും കൺവീനറായിട്ടൊക്കെ നടത്തിയിരുന്നത്. അക്കാലത്തൊക്കെ ഈ കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളൊന്നും ഓൺലൈൻ സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാം മാനുവലായിട്ട് വീട്ടിലിരുന്ന് എഴുതി തയ്യാറാക്കി ജഡ്ജിങ് ഷീറ്റ്, സ്കോർ ഷീറ്റ് എല്ലാം തയ്യാറാക്കിയാണ് അച്ഛൻ പോകാറുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കണ്ട് വളർന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് പഠിക്കും. സൂര്യനായി തഴുകിയുറക്കമുണർത്തുന്നിൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയൊരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കളിത്തുമ്പിയെപ്പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയൊരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. പീതാംബരൻ സാറിന് ജീവിതത്തിൽ വിരസവേളകളില്ല. ഇടയ്ക്കൊക്കെ മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം ചിത്രരചനയുടെ വൽമീകത്തിനുള്ളിൽ തപസ്സിരിക്കും. പെൻസിൽ ഡ്രോയിങ്ങിൽ നിലവാരമുള്ള 100 കണക്കിന് ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. ചിരിയുടെ മർമ്മമറിയാവുന്ന അപ്പൂപ്പൻ സാറിന്റെ പൊട്ടിച്ചിരിയാണ് ഞായറാഴ്ചകളിൽ മലയാളം പള്ളിക്കൂടത്തെ സജീവമാക്കുന്നത്. മിണ്ടിത്തുടങ്ങും മുമ്പേ തന്നെ പഠനഭാരത്തിന്റെ സമ്മർദ്ദത്താൽ ചിരിക്കാൻ മറന്നുപോയ കുട്ടികളെ അക്ഷരാർത്ഥത്തിൽ കുട്ടികളാക്കാനുള്ള ഒറ്റമൂലിയാണ് വിവിധ ഭാവങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ചിരികൾ. നാവു തിരിയാനുള്ള ചൊല്ലുകളും പാട്ടുകളും താളത്തിലും ഈണത്തിലും ചൊല്ലിക്കൊടുത്ത് അപ്പൂപ്പൻ മാഷ് കുട്ടികളെ കയ്യിലെടുക്കുന്നു. അതിൻ്റെ ലിപികൾ നായാണ് നായ്ക്ക് പകരം ഉപയോഗിക്കുന്ന ലിപി. ഈ റാ എന്ന അക്ഷരം മുകളിലും താഴെയും എഴുതിയിട്ട് അത് ഇറ്റ എന്ന് ഉച്ചരിക്കുന്നു. അങ്ങനെ 2 അക്ഷരം കൂടെ ലിപി ഇതിൽ നിന്ന് കടമെടുത്തിട്ടാണ് നമ്മുടെ അക്ഷരമാലയിൽ 51 അക്ഷരം ആയത്. ഇതിപ്പോൾ 49ഉം 2 അക്ഷരം കടമെടുത്ത് 2 ലിപി കടമെടുത്ത് 2 അക്ഷരമാക്കി നായും ഇറ്റായും അങ്ങനെ 51 അക്ഷരം നമ്മുടെ ഭാഷയിൽ ഉണ്ട്. അഭിനയരംഗത്ത് നിന്ന് സ്വായത്തമാക്കിയ ഭാവവും ശബ്ദവും അടങ്ങുന്ന ശരീരഭാഷ അദ്ദേഹത്തെ വേറിട്ട ഒരു അധ്യാപകനാക്കുന്നു. ആ അമ്മ അമ്മുമ്മ അമ്മ തന്നു പൊന്നുമ്മ അമ്മ പാടി താരാട്ടെ അച്ഛ
അച്ഛൻ തന്നു സമ്മാനം. വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറിൻ്റെ ഭാഷാ സ്നേഹവും കുട്ടികളെ ഭാഷ പഠിപ്പിക്കുന്നതിലുള്ള മികവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറിൻ്റെ 87ാം പിറന്നാളും അദ്ദേഹത്തിൻ്റെ അധ്യയനത്തിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലുള്ള 68ാം വർഷവും ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു, ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. വട്ടപ്പറമ്പിൽ സാറിൻ്റെ ശബ്ദമാണ് മലയാളം പള്ളിക്കൂടത്തിൻ്റെ ശബ്ദം. ഉച്ചത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിപ്പിക്കാനായി അസംബ്ലിയിൽ പ്രത്യേക പരിശീലനമുണ്ട്. ആത്മവിശ്വാസമുള്ള കുട്ടി ഉച്ചത്തിൽ സംസാരിക്കും. ഒച്ചയുണ്ടെങ്കിലേ ജീവിതത്തിൽ ജയിച്ചു കയറാനാവൂ എന്നാണ് ഈ ഗുരു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ജീവിതപാഠം. മലയാളമാണ് എൻ്റെ ഭാഷ. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. ഏതു നാട്ടിലെത്തിയാലും ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. വട്ടപ്പറമ്പിൽ സാറിൻ്റെ ക്ലാസ്സിലിരുന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഉച്ചാരണം ശരിയായത്. മലയാളം അക്ഷരമാലയിൽ കുട്ടികൾക്ക് ഏറ്റവും സംശയം വരുന്ന 2 അക്ഷരങ്ങളാണ് ഠായും ഭായും. ഞങ്ങൾ എപ്പോഴൊക്കെ അത് തെറ്റായി ഉച്ചരിക്കുമോ അപ്പോഴൊക്കെ സാർ വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ ആ 2 അക്ഷരവും 5 പ്രാവശ്യമെങ്കിലും ഉച്ചരിപ്പിക്കും. എത്ര പ്രാവശ്യം ഞങ്ങൾ ഈ തെറ്റ് ആവർത്തിച്ചാലും സാർ എല്ലാ ദിവസവും ഇത് കറക്റ്റ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. സ്കൂളുകളിലെ പുതിയ പാഠ്യപദ്ധതിയിൽ ഉച്ചാരണത്തിനും വ്യാകരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന വസ്തുത പല വേദികളിലും അദ്ദേഹം പങ്കുവെക്കാറുണ്ട്. അതുപോലെ പുതിയ തലമുറ മാതൃഭാഷയെ കൈവെടിയുന്നു എന്ന ആശങ്കയും അദ്ദേഹത്തിനുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഭാഷാവിജ്ഞാന രംഗത്തുള്ളവരെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മലയാള ഭാഷയുടെ കാവലാളായി കഴിഞ്ഞ 7 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ. പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗദയാദിവ പുസ്സ പരാത്മചൈതന്യം. പലമട്ടേന്തി പാരിതിലെങ്ങും പ്രകാശമരുളുന്നു. അതിനൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൻ. അഹോ തപസ്സാമതിനടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. ഭവാനധീനം പരമിന്നുടലും പ്രാണനുമരണ്ടും. പാരാർത്ഥമാക്കുക പകലും രാവും പ്രഭോ നമസ്കാരം. പ്രഭോ നമസ്കാരം. പ്രഭോ നമസ്കാരം. പ്രഭോ നമസ്കാരം. തത്തേ മുത്തേ വാ വാ വാ. ഉറക്കെ പറഞ്ഞ തത്തേ മുത്തേ വാ വാ വാ. തത്തി തത്തി നടന്നേ വാ. കൊത്തി കൊത്തി പുത്തരിയുണ്ണാൻ മുത്തേ തത്തേ വാ വാ വാ. കുട്ടികൾക്കൊപ്പം ആടാനും പാടാനും
കളിക്കാനും സാധിക്കുന്നതാണ് തൻ്റെ ചെറുപ്പത്തിൻ്റെ രഹസ്യമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ബാല്യത്തിലേക്ക് തിരിച്ചു പോവുകയാണ് 87ൻ്റെ പടികടന്ന ഈ അക്ഷരപ്പറമ്പിൽ അപ്പൂപ്പൻ.